ഇതിലിപ്പോൾ നമ്മളെടുത്തത് എയർ റെഫ്രിജറേറ്റർ വർക്കിംഗ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളാണ് പറയുന്നത്. അപ്പോൾ ഒരു എൻജിൻ സാധാരണ ഒരു എഫിഷ്യൻ്റായിട്ട് എൻജിൻ വർക്ക് ചെയ്യുന്നത് കാർനോട്ട് സൈക്കിളിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ റിവേഴ്സ്ഡ് ആയിരിക്കും റെഫ്രിജറേറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കി നോക്കാം. അപ്പോൾ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൻ്റെ ഒരു PV ഡയഗ്രാം TS ഡയഗ്രാമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ PV ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിലെ പ്രോസസ്സ് എന്താണ്, അതേപോലെ ഇതിലെ COPയുടെ ഇക്വേഷൻ എന്താണ്, അത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ PV ഡയഗ്രാം TS ഡയഗ്രാം ഒന്ന് അറിഞ്ഞിരിക്കുക, പ്രോസസ്സുകളൊന്നും അറിയാം, അത്രമാത്രം. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചിലപ്പോൾ എക്സാമിന് ചെറിയ ഷോർട്ട് ആൻസറൊക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇതിൽ 1 to 2 എന്താണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സാണ്. 2 to 3 ഐസോതെർമൽ കംപ്രഷനാണ്. 3 to 4 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ്. 4 to 1 ഐസോതെർമൽ എക്സ്പാൻഷനാണ്. അപ്പോൾ അതിൻ്റെ ഓരോ റെസ്പെക്റ്റീവായിട്ടുള്ള പ്രഷർ, വോളിയം, അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തത്. V1 V2 V3 V4 V1 V2 V3 V4 അത് X ആക്സിസിലും അതേപോലെ തന്നെ Pയുടെ ഇവിടെ മാർക്ക് ചെയ്താണ്. പിന്നെ ആകെ വരച്ച് കഴിഞ്ഞാൽ ആകെ ഇതാവണോണ്ടാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. P1 P2 P3 P4 അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വേരിയേഷൻ നമുക്ക് X ആക്സിസിലും Y ആക്സിസിലുള്ള വേരിയേഷൻ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് മനസ്സിലാക്കും. സിമിലർലി TS ഡയഗ്രാം ആകുമ്പോൾ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് S1 = S2 ആണ്. അതേപോലെ തന്നെ S4 = S3 = S4 ആണ്. അതേപോലെ T1 = T3 T2 = T3 T1 = T4. അപ്പോൾ ഇതാണ് അതിൻ്റെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൻ്റെ PV ആൻഡ് TS ഡയഗ്രാം. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോസസ്സ് എന്താ, ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സാണ്. ഐസെൻട്രോപ്പിക് കംപ്രഷൻ നമുക്കറിയാം. ഐസെൻട്രോപ്പിക് പ്രോസസ്സിൽ നോ ഹീറ്റ് എനർജി, ഹീറ്റ് ഗെയിൻ ഓർ ഹീറ്റ് റിജക്ഷൻ ഇല്ല ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സിൽ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 1 to 2 എന്താ ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിലെന്താ 1 to 2 പ്രഷർ ഇൻക്രീസായി, ടെമ്പറേച്ചർ ഇൻക്രീസായി, വോളിയം റെഡ്യൂസായി. പിന്നെ അടുത്തത് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ്. ഐസോതെർമൽ കംപ്രഷനിൽ എന്താ T2 = T3 ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ T2 = T3 T2 അതേപോലെ തന്നെ P2 നിന്ന് P3 പ്രഷർ ഇൻക്രീസായി, P2 നിന്ന് V3 വോളിയം റെഡ്യൂസായി. അതാണ് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി 3 to 4 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ ആ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സിൽ എന്താണ് നമുക്ക് നടക്കുന്നത്, P3 എന്തായി, P3 റെഡ്യൂസ് ചെയ്തു, P4 റെഡ്യൂസ് ചെയ്തു, V3 V4 ഇൻക്രീസ് ചെയ്തു അല്ലേ. എക്സ്പാൻഷൻ നടന്നപ്പോൾ വോളിയം ഇൻക്രീസായി, പ്രഷർ റെഡ്യൂസായി, ടെമ്പറേച്ചറും റെഡ്യൂസായി, T3 നിന്ന് T4 എത്തി. ഇനി അടുത്തത് 4 to 1 ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സിൽ എന്താ T1 = T4 ആയിരിക്കും. P1 എന്ന് പറയുന്നത് P4 നിന്ന് P1 പ്രഷർ റെഡ്യൂസ് ചെയ്തു, V4 നിന്ന് V1 വോളിയം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ ഇത്രയും ഇവിടെ ഈ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ പ്രോസസ്സ് എന്താണെന്നുള്ളത് മനസ്സിലായി, TS ഡയഗ്രാം എന്താണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇത് ഐസെൻട്രോപ്പിക് പ്രോസസ്സിൽ നോ ഹീറ്റ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് നമുക്കറിയുന്ന കാര്യം. ഇനി അതിൻ്റെ COP ആ ഇക്വേഷൻ എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമ്മളിവിടെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ് ഹീറ്റ് ഈസ് റിജക്റ്റഡ് ബൈ ദ എയർ ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സിൽ ഹീറ്റ് അബ്സോർപ്ഷനും ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സിൽ ഹീറ്റ് റിജക്ഷനുമാണ് നടക്കുന്നത്. അപ്പോൾ 2 to 3 ഹീറ്റ് റിജക്ഷനും 4 to 1 അബ്സോർപ്ഷനും നടക്കും. അപ്പോൾ അതിന് നമ്മൾക്കറിയില്ലേ TS ഡയഗ്രാമുകൾ നമ്മൾ ഏരിയ വെച്ചിട്ടും നമ്മൾ പറയാറുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഈ ടോട്ടൽ ഏരിയ, ഹീറ്റ് അബ്സോർപ്ഷൻ നടന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹീറ്റ് റിജക്ഷൻ എന്ന് നടന്ന ഏരിയ ഇതാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഈ 2 to 3 പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഹീറ്റ് റിജക്റ്റഡ് ആയിട്ടുള്ളത്, ഇത്രയും ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ ഏരിയ വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത്, പക്ഷെ നമ്മൾ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുള്ളതാണ് എന്താണ് ഏരിയ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം എന്നുള്ള രീതിയിൽ. ഇനി നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്, ഹീറ്റ് റിജക്റ്റഡ് ഈസ് ഈക്വൽ ടു T3 × S2 - S3 T3 × S2 - S3. അപ്പോൾ ഇവിടെ കുറേ ടേമുകളുണ്ട് കേട്ടോ. T2 = T3 ആണ്, T1 = T4 ആണ്, അതുപോലെ S1 = S2 ആണ്, S3 = S4 ആണ്. അപ്പോൾ T3 ഹീറ്റ് റിജക്റ്റഡ് Q = T3 × S2 - S3 ഏതിൽ ഐസോതെർമൽ പ്രോസസ്സിൽ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഐസോതെർമൽ പ്രോസസ്സിൽ Q കണ്ടുപിടിക്കാനുള്ളത്. അതേപോലെ തന്നെ ഐസോ ബാർ എന്താ പറയുക ഐസോ കോർ
കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ ഐസോ കോർ പ്രോസസ്സ്, അതേപോലെ ഐസോ ബാർ പ്രോസസ്സ്, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഐസോ തെർമൽ പ്രോസസ്സ് നമ്മൾ തെർമോഡൈനാമിക്സിൽ ഇത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. ഐസെൻട്രോപ്പിക് പ്രോസസ്സിൽ ഒരു ക്യൂ കണ്ടുപിടിക്കാനുള്ള ഉണ്ടെങ്കിൽ എന്താണ് ക്യൂ എന്ന്, ഐസെൻട്രോപ്പിക് പ്രോസസ്സിൽ ഹീറ്റ് റിജക്ഷനും ഹീറ്റ് അഡീഷനും ഉണ്ടാവാറില്ല. അതേപോലെ തന്നെ ഐസോ തെർമൽ പ്രോസസ്സിലാണ് PV⁴ എന്ന് പറയുന്ന ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻസ്, ഒരു 3-4 ഇക്വേഷൻ ഉണ്ട്. PV⁴ T ഒരു ഇക്വേഷൻ, PT-യുടെ റിലേറ്റ് ചെയ്യുന്ന ഗാമ വെച്ചിട്ട് റിലേറ്റ് ചെയ്യുന്ന P⁴ T⁴ അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഐസോതെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് നമ്മൾ ക്യൂ കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട് T3 × S2 - S3 ആ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ 4-1 പ്രോസസ് 4-1 ഹീറ്റ് അബ്സോർപ്ഷൻ എന്താ T1 × S1 - S4. അപ്പുറത്തെ ഫിഗറിൽ നിങ്ങൾക്ക് S1 - S4 എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടി. അപ്പോൾ അതും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസസ്സ് ഹീറ്റ് അബ്സോർപ്ഷൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്താ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ T1 = T4 എന്നറിയാം, T3 = T2, അതേപോലെ S1 = S2, S3 = S4 എന്നും അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണെന്ന് പറഞ്ഞാൽ, റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാൻ പറ്റുന്ന, പെട്ടെന്ന് ഒരു പ്രോസസ്സിൽ അറിയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ഓർ മാക്സിമം ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറുകളാണ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും. T1 എന്ന് പറയുന്നത് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ T1 എന്ന് പറയുന്ന ടൈമിലേക്ക് മാറ്റി എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടാൻ എളുപ്പമുള്ള ഇക്വേഷൻസ് ഏതാണോ അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കും. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ COPയുടെ ഇക്വേഷൻ എന്താ, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ വർക്ക് ഡൺ. ഹീറ്റ് അബ്സോർബ്ഡ് എന്താണെന്ന് നോക്കിയോ, 4-1 പ്രോസസ്സാണ് ഹീറ്റ് അബ്സോർപ്ഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ 4-1 വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹീറ്റ് റിജക്ഷൻ മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് ആണ് വർക്ക് ഡൺ ഇതിൻ്റെ റെഫ്രിജറൻറ്റിൻ്റെ. അപ്പോൾ COP ഓഫ് റെഫ്രിജറൻറ്റ് എന്താ, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ഹീറ്റ് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ T1 S2 - S3. T1 ഹീറ്റ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് T1 × S1 - S4 എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ S2 - S3 എന്നും എഴുതാം. ഇവിടെ S1 = S2 ആണ്, S3 = S4 ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയും എഴുതാം. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അത് എങ്ങനെയാണ് എഴുതിയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് ഇതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ ഓരോ ടൈമിനും നമ്മൾ വെട്ടിപ്പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം S2 - S3 എന്ന് എഴുതി. അപ്പോൾ S2 - S3 എന്നുള്ള ടൈമിൽ നമ്മൾ മൊത്തം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, T1 / T2 - T1 എന്ന് എഴുതി. നമുക്ക് ആ ഇക്വേഷൻ ഈ ഇക്വേഷൻ നമുക്കിവിടെ വന്നു. ഹീറ്റ് അബ്സോർപ്ഷനും ഈ T1 / S2 - S3 എന്നുള്ളതും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ S2 - S3നെ മൊത്തം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ T1 / T2 - T1 എന്ന് എഴുതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു COP ഓഫ് പമ്പ് COP ഓഫ് റെഫ്രിജറേറ്റർ +1. അപ്പോൾ COP ഓഫ് പമ്പ് നമ്മൾ കഴിഞ്ഞ പേജിൽ അതിൻ്റെ കഴിഞ്ഞ ഇതിൽ ഒരു ഇക്വേഷൻ എഴുതുന്നത് Q2 / Q2 - Q1 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എന്ത് Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സെയിം ടൈം തന്നെയാണ് എന്ത് T2 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ഹീറ്റ് എനർജി അല്ലെങ്കിൽ ടെമ്പറേച്ചറാണ് നമുക്കറിയുന്നതെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ T2 / T2 - T1 എന്ന് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇക്വേഷനെ നമുക്കറിയുന്നത് കൊണ്ട് നമ്മൾ എന്ത് എഴുതി വെച്ചു, COP ഓഫ് പമ്പ് COP ഓഫ് റെഫ്രിജറേറ്റർ +1. അപ്പോൾ അതിന് നമ്മൾ എന്ത് എഴുതി, നമ്മളിപ്പോൾ COP ഓഫ് റെഫ്രിജറേറ്റർ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കിട്ടി T1 / T2 - T1. അപ്പോൾ COP ഓഫ് പമ്പ് COP ഓഫ് റെഫ്രിജറേറ്റർ +1 എന്നുള്ള ഇക്വേഷനിൽ നമ്മളത് എഴുതി കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർനോട്ട് സൈക്കിൾ എഫിഷ്യൻറ്റ് സൈക്കിളാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് സാധാരണ ഉപയോഗിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള 2 സൈക്കിളുകൾ ഏതൊക്കെയാണ്, ഒന്ന് ഐസെൻട്രോപിക് സൈക്കിളും ഒന്ന് ഐസോതെർമൽ സൈക്കിളും. അപ്പോൾ ഐസെൻട്രോപിക് സൈക്കിളിന് എപ്പോഴും വേണ്ടത് ഹൈ സ്പീഡാണ്, ഐസോതെർമൽ പ്രോസസ്സിന് വേണ്ടത് ലോ സ്പീഡാണ്. ഐസോതെർമൽ പ്രോസസ്സ് റിക്വയർസ് വെരി ലോ സ്പീഡ്, ഐസെൻട്രോപിക് പ്രോസസ്സ് റിക്വയർസ് ഹൈ സ്പീഡ്. അപ്പോൾ ആ 2 കണ്ടീഷൻ ഒരിക്കലും ഒരു പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് അത് ഒരു പ്രാക്ടിക്കൽ സൈക്കിൾ ഒരിക്കലും വരാത്തത്. പിന്നെ ഇതിപ്പോൾ COP ഓർ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഹീറ്റ് പമ്പ്. ഹീറ്റ് പമ്പിൻ്റെ റെസിപ്രോക്കലാണ് എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റ് പമ്പിൻ്റെ എഫിഷ്യൻസി COP ഓഫ് പമ്പ് എന്താ, T2 / T2. ഇവിടെ നമ്മൾ T2 ഇതിൻ്റെ റെസിപ്രോക്കലായിട്ടുള്ളതാണ് COP ഓഫ് പമ്പ്. അപ്പോൾ COP ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/COP ഓഫ് പമ്പ്. അപ്പോൾ അത് നമ്മൾ COP റെസിപ്രോക്കൽ എഴുതിയപ്പോൾ T2 - T1 / T2 അതാണ് എഴുതിയുള്ളത്. പിന്നെ COP ഓഫ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ മേ ബി ഇംപ്രൂവ്ഡ് ബൈ ഡിക്രീസിങ് ദ ഹയർ ടെമ്പറേച്ചർ T2 ഓർ ബൈ ഇൻക്രീസിങ് ദ ലോവർ ടെമ്പറേച്ചർ T1. അപ്പോൾ ടെമ്പറേച്ചർ നമുക്ക് വേണമെങ്കിൽ എഫിഷ്യൻസി COP നമുക്ക് കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചർ കുറയ്ക്കുക അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചർ കൂട്ടുക.
അതാണ് അതിലെ 2 കണ്ടീഷൻസ്. ഇനി നമുക്കുള്ളത് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 സൈക്കിളുകളാണ്. ബെൽ കോളമൻ ഓർ റിവേഴ്സ്ഡ് ബ്രൈറ്റൺ ഓർ ജൂൾ സൈക്കിൾ. അതേപോലെ തന്നെ അതിൻ്റെ 2-3 റീജനറേറ്റീവ് സിസ്റ്റം, ബൂട്ട് സ്ട്രാപ്പ് സൈക്കിൾ, അങ്ങനെ 2-3 സൈക്കിളുകളുണ്ട്. അതാണ് അതിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.